മാമവ സദാ ജനനീ അംബ മാമവ സദാ ജനനീ മഹിഷാസുര സൂദനീ 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 മാമവ സദാ ജനനീ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. കൂടാതെ ഇപ്പോൾ മഹാനവരാത്രി ആഘോഷ സമയമാണ്. എല്ലാവർക്കും എൻ്റെ മഹാനവരാത്രി ആശംസകൾ. എല്ലാവരും നമ്മുടെ ഭഗവതി 3 രൂപങ്ങളിൽ, അല്ലെങ്കിൽ അതായത് 9 രൂപങ്ങളിൽ നവദുർഗയായിട്ടും പ്രാധാന്യം ദുർഗാലക്ഷ്മി സരസ്വതി എന്നുള്ള അവസ്ഥ, ആ ഒരു ഇതാണ് നമുക്ക് പൂജ. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ഈ 3 ദിവസങ്ങൾ. പിന്നെ ഈ 9 ദിവസങ്ങളിലും എല്ലാം കഴിഞ്ഞ് നമ്മൾ വിജയത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് വിജയദശമി. അപ്പോൾ ആ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും, എല്ലാ കുഞ്ഞു കുട്ടികൾക്കും, പഠിക്കുന്നവർക്കും, ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം, ഭഗവതിയുടെ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിനാമകീർത്തനം ആരംഭിക്കാം. ഹരേ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമകീർത്തനത്തിലെ 24ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ടു പരം ഏകാന്ത എന്ന വഴി പോകുന്നിതൻ മനവും കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരി നാരായണായ നമ. ഇവിടെ സർവത്ര സത്യത്തെ മാത്രം ദർശിക്കുന്ന മഹായോഗികളുടെ അനുഭവത്തിൽ അതിയായ അഭിലാഷമുള്ളത് കൊണ്ട് എൻ്റെ മനസ്സും അങ്ങേയറ്റത്തെ ഏക സത്യത്തെ തന്നെ ദർശിക്കുകയെന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ കൊതിക്കുന്നു. അരയന്നങ്ങൾ പറന്നുപോയ മാർഗത്തിലൂടെ തുടർന്നൊരു കാക്ക പറന്നു കടക്കാൻ ശ്രമിക്കുന്നത് പോലെ ഹരിനാരായണന് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ ഈ കാണുന്ന സർവവും ബ്രഹ്മമാണെന്ന് സാക്ഷാത്കരിച്ച ആളാണ് ഏകാന്തയോഗി. ഏകാന്തയോഗി എന്ന് പറയുമ്പോൾ ഇവിടെ ചില പര്യായ പദങ്ങൾ ആചാര്യൻ പറയുന്നുണ്ട്. അതായത് സ്ഥിതപ്രജ്ഞൻ, ഗുണാതീതൻ, അതിവർണാശ്രമി, മഹാജ്ഞാനി, പരമഹംസൻ, ഏകാന്തയോഗി. ഇതൊക്കെയാണ് ഏകാന്തയോഗിക്ക് ഇവിടെ ആചാര്യൻ പറയുന്ന മറ്റു പര്യായങ്ങൾ. അപ്പം ഇവിടെ പറഞ്ഞ സ്ഥിതപ്രജ്ഞൻ, അങ്ങനെയൊക്കെ ബോധവും ബുദ്ധിയും എപ്പോഴും ഏകാഗ്രം, ഒറ്റ ചിന്തയാണ്. ഈ സർവവും കൃഷ്ണമയമാണെന്നും അത് കൃഷ്ണനാണെന്നും എല്ലാം ഒന്നായി കാണാനുള്ള ആ മനസ്സിൽ സച്ചിദാനന്ദ അനുഭവിക്കുന്ന ആളാണ് ഈ യോഗി. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ഗുണാതീതൻ, സർവഗുണങ്ങൾക്കും മേലെയാണ്. വെച്ചാൽ ഒരു ഗുണത്തിനും അടിമയല്ല, അതീതമാണ്, അതിനപ്പുറമാണ്. പിന്നെ പറയുന്നു മഹാജ്ഞാനിയാണെന്ന് പറയുന്നു. മഹാജ്ഞാനി എന്ന് പറഞ്ഞാൽ പരമതത്വം, പരബ്രഹ്മതത്വം എന്താണെന്ന് മനസ്സിലാക്കി അനുഭവിച്ച ആളാണ് ഈ ഏകാന്ത യോഗി. പിന്നെ അതിവർണാശ്രമി, അതായത് വർണ്ണാശ്രമങ്ങളെല്ലാം കടന്നവൻ. അതായത് ഒരു നിബന്ധനകളിലും പെടാതെ ഈ ഭൂമിയിലെ മറ്റ് മായാ വിദ്യകളിലൊന്നും മനസ്സിനെ വ്യാപരിപ്പിക്കാതെ എന്താണ് സത്യം, എന്താണ് ഇവിടുത്തെ ശരിയായ തത്വം എന്ന് മനസ്സിലാക്കി അതിനെ സാക്ഷാത്കരിച്ച ആളാണ് ഇവിടെ ഏകാന്ത യോഗി എന്ന് പറയുന്നത്. ഏകാന്ത യോഗികളിൽ ആകാംക്ഷ, അതായത് അങ്ങനെ പോകുന്ന അവരോട് നമുക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കും തോന്നും അത് എത്ര ഇതാണ് അവരുടെ ആ ഒരു ഏകാന്ത യോഗികളുടെ ആ ഒരു അവസ്ഥ. അത് നമുക്ക് കിട്ടാൻ സാധാരണക്കാർക്കൊന്നും അത്
പ്രാപ്യമായ കാര്യമല്ല. അവർ ഈ മിഥ്യയെ അതായത് നമ്മുടെ പ്രപഞ്ച തത്വം, കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ പറഞ്ഞു ഏകാന്ത ഭക്തി കിട്ടണമെന്ന്. ഏകാന്ത ഭക്തി കിട്ടണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താവണം? നമ്മൾ ഈ മായയെ നമ്മൾ എന്ത് ചെയ്യണം? അതിക്രമിച്ച് മായയെന്നുള്ള സത്യത്തിനെ മായയെ അതിക്രമിച്ച് എല്ലാം ഒന്ന്. കൃഷ്ണൻ പറഞ്ഞില്ല, ഗീതയിൽ പറഞ്ഞു എല്ലാം കൃഷ്ണമയമാണെന്നും അത് നീയാണെന്നും അത് ഞാനാണെന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് നമ്മൾ ഏത് രൂപത്തിൽ? നമ്മുടെ ജപസാധനയിലൂടെയും ഭക്തിമാർഗത്തിലൂടെയും മറ്റു എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ഇതിലേക്ക് നയിക്കുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളല്ല. ഈ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ മിഥ്യയായ മായയെ നമ്മൾ ഈ നമ്മുടെ ഈ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആ കാണുന്ന മനസ്സിനെ എന്തിലേക്ക് വ്യാപരിപ്പിക്കുന്നു? ഇത് മിഥ്യയാണ്, ഈ വരാൻ ഇത് ഈ പരബ്രഹ്മ തത്വമാണ് സത്യമെന്ന് മനസ്സിലാക്കി സാക്ഷാത്കരിക്കുന്ന ആ യോഗികളുണ്ട്. ആ യോഗികളെന്ന് പറയാൻ അവരിവിടെ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു പോയാലും അവർ ഇത് ഉൾക്കൊള്ളാതെ അവർ ഏത് സമയവും ഏകാന്തമായ ആ പരമജ്ഞാനത്തെ ഏത് സമയവും അനുഭവിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ കണ്ണിൽ അവരെന്തായിരിക്കും? അവർ യോഗിയാണെങ്കിൽ ഇങ്ങനെ കണ്ടും കേട്ടും നടക്കുന്നു നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ആ യോഗികളെല്ലാം അവരെ എപ്പോഴും ചിത്തത്തെ ഏകീകരിച്ച് ഏകാന്തമായ ഭക്തി എടുത്തിട്ട് അവിടെ അവരെന്താണ്? ഈശ്വരനുമായി, ഈശ്വര തത്വം എന്ന് പറഞ്ഞാൽ ആ പരമ ആനന്ദം, സച്ചിദാനന്ദമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് എന്തോ ഒരു ഉപരി എന്തിൽ നിന്നും ആണോ ഇവിടെ നമ്മുടെ ജീവിക്കുന്ന ഈ തലത്തിൽ നിന്നും നമുക്ക് ഉപരിയായി കിട്ടുന്ന ആനന്ദം, അത് പല മാർഗങ്ങളിലൂടെയാണ് അത് നേടിയെടുക്കുന്നത്. ജപസാധനയിലൂടെ, മറ്റ് അഷ്ടാംഗ യോഗങ്ങൾ, ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത് നേടിയെടുക്കുന്നത്. ആ സച്ചിദാനന്ദം, പിന്നെ ആ സച്ചിദാനന്ദം എന്ന് പറയുന്നത് നേടിക്കഴിയുന്നവർ പിന്നെ പരബ്രഹ്മതത്വം അറിയുന്ന ആൾ ആരായിരിക്കും? മഹാജ്ഞാനി, സാക്ഷാൽ നാരായണ ഭഗവാൻ, അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ പദവിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈശ്വരന് തുല്യമായവരാണ് അവരതിൽ വ്യത്യാസമൊന്നുമില്ല. അവരെ നമുക്ക് ഭഗവാനായി തന്നെ കാണാം. അങ്ങനെയുള്ള യോഗികളാണ്. അവർക്ക് ത്രികാല ജ്ഞാനമുണ്ട്. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയാനുള്ള കഴിവൊക്കെ അവർക്കുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത് ഏകാന്ത യോഗികളിൽ ആകാംക്ഷ. അപ്പോൾ ആ ഏകാന്ത യോഗികളെ കാണുമ്പോൾ നമുക്ക് സത്യം മാത്രം, എന്താണ് സത്യം, അതാണ് അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഇവിടെ സത്യം എന്ന് പറയുന്നത് പരബ്രഹ്മ തത്വം. ആ പരബ്രഹ്മ തത്വമാണ് ഇവിടെ സത്യമായിട്ടുള്ളത്. ഈ കാണുന്ന മായയില്ല, അവിദ്യയല്ല ഇവിടുത്തെ സത്യം എന്ന് മനസ്സിലാക്കി അത് സാക്ഷാത്കരിച്ചു. സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് പോലെയല്ല, അത് അവർ ഉള്ളിൽ അവരറിഞ്ഞു, അത് അറിഞ്ഞു മനസ്സിലാക്കി അത് അവരിൽ ആ ആനന്ദം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആനന്ദം നമുക്ക് ഇതിൽ നിന്ന് വേറിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് നീങ്ങാൻ നമുക്ക് മനസ്സ് പോകത്തില്ല. അതാണ് നേരത്തെ പദ്യങ്ങളിൽ പറഞ്ഞ നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും എന്ന് പറഞ്ഞ എന്താണ്? സാക്ഷാൽ പരബ്രഹ്മ തത്വം എന്നുള്ള സച്ചിദാനന്ദ തത്വമെന്ന ആ ശുദ്ധ തത്വം, അതായത് സാത്വിക ഗുണത്തിൻ്റെ ഉപരി അത് നമ്മളിൽ അണഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്ദ്രിയ ജ്ഞാനങ്ങളൊന്നും പിന്നെ ഇതിലേക്ക് നോക്കാൻ പറ്റില്ല. സൂര്യൻ അസ്തമിച്ചിട്ട് ഇതൊന്ന് പറഞ്ഞ നക്ഷത്ര പങ്ക്തികൾ ഇന്ദുപ്രകാശം ഒളിക്കും, ദിവാകരൻ ഉദിച്ചങ്ങ്. ഈ ദിവാകരൻ എന്ന് പറയുന്ന പരബ്രഹ്മ തത്വമാണ്, ജ്ഞാനമാണ്, മഹാജ്ഞാനമാണ്. അത് നമ്മളിൽ ഉള്ളിൽ ഉദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ജ്ഞാനേന്ദ്രിയം ഒന്നും നമുക്ക് ആവശ്യമില്ലാതാവും. നമുക്ക് ഈ പ്രകൃതിയിലെ കാര്യങ്ങൾ ഇരുട്ടായി മാറും. ഇരുട്ടിലെന്താണ്? സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒന്നും കാണാത്തതുപോലെ ആയി മാറും നമ്മുടെ അവസ്ഥ. അതാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഈ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം അറിയാൻ കഴിയുള്ളൂ. മിഥ്യയും സത്യവും ഒക്കെ അറിയാനുള്ള ഒരു ഉപകരണം മനസ്സാണ്. ആ മനസ്സിൽ ബുദ്ധി വ്യാപരിപ്പിച്ച് ആ ബുദ്ധി കൊടുക്കുന്നതാണ് നമ്മുടെ ബോധതത്വം. അത് മനസ്സിലാക്കുന്ന, അതായത് വസ്തുബോധം എന്ന് ഇവിടെ ആചാര്യൻ നമ്മളെ പല മുമ്പത്തെ പദ്യത്തിൽ പറഞ്ഞു, ശ്ലോകത്തിൽ പറഞ്ഞു. അതെന്താണ് വസ്തുബോധം, എന്താണ് ആത്മാ പരമാത്മാ തത്വം? ഇത് മനസ്സിലാക്കുന്നവരാണ് ഈ മനസ്സിൽ ഏകാന്ത യോഗികൾ എന്ന് പറഞ്ഞാൽ. അവർ മനസ്സിലാക്കി അത് സാക്ഷാത്കരിക്കുന്നു. അപ്പോൾ അവരതായി മാറുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണോ അവരറിയുന്നത് അതായി അവർ മാറുന്നു. ആ യോഗികൾ എങ്ങനെയാണ്? ശുദ്ധ പരമഹംസത്തെ പോലെയാണ്. പരമഹംസം ജലത്തിൽ സമുദ്രത്തിൽ നീന്തും പോലെയാണ് അവർ ആ സച്ചിദാനന്ദ സുഖം മനസ്സിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേ നടക്കുന്നത്. അവരെവിടെ നിന്നാലും ഒന്നിലും പറ്റില്ല. എവിടെ നിന്നാലും എവിടെ പോയാലും അവരുടെ മനസ്സെപ്പോഴും എവിടെ ആയിരിക്കും? അവരുടെ മനസ്സ് ഈ മായ വിട്ട് അവർ ഉപരി മോളി. അങ്ങനെയുള്ള ഒരു മഹാജ്ഞാനിയാണ്, അത് ഈശ്വരന് തുല്യമാണ് എന്നാണ് ഇവിടെ ആചാര്യൻ നമ്മളെ ഈ ശ്ലോകത്തിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ ഗീത 6-ാം അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് നമുക്ക് കേൾക്കാം. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേ ഏകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോപി സ യോഗീ മയി വർത്തതേ.
സർവഭൂതസ്ഥിതം യോ മാം ഭജത്തെ ഏകത്വമാസ്ഥിത സർവദാ വർത്തമാനോപി സ യോഗി മയി വർത്തതെ എന്ന് പറയുന്നത് ഏക സത്യത്തെ ആശ്രയിക്കുന്ന യോഗി ഈശ്വര തത്വം പരമാത്മ തത്വം ആശ്രയിക്കുന്നു. എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളിലും മാം എന്നെ തന്നെ കാണുന്നു. ആരെ? ഭഗവാനെ കൃഷ്ണനെ തന്നെ കാണുന്നു, അനുഭവിക്കുന്നു. അങ്ങനെയുള്ള യോഗി ലോകകാര്യങ്ങളിൽ ഏർപ്പെടുന്നതായി തോന്നിയാലും അവരെന്താ സദാ എന്നിൽ തന്നെ വർത്തിക്കുന്നു. അവരുടെ മനസ്സെപ്പോഴും ആ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞു. അതായത് ആ സച്ചിദാനന്ദ ഇത് അനുഭവിച്ചു കഴിഞ്ഞവരാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരണമെന്ന് തോന്നില്ല. അവരതിൽ തന്നെ ഏതു നേരവും സദാ എന്താണോ നമുക്ക് കൂടുതൽ സുഖം പ്രാപ്യമാകുന്നത് നമ്മൾ അതിലേക്ക് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്, അല്ലാതെ വേറൊന്നിലും നമ്മൾ പോവില്ല. ആ അവസ്ഥ നേടിയവരാണ് ഇവിടെ ഏകാന്ത യോഗികളാണ്. അവരെ എവിടെ ചെന്ന് പറ്റിയാലും ആരുടെ മനസ്സ് ഏകമായ ബ്രഹ്മത്തിൽ തന്നെ, അതായത് ഏത് സ്ഥലങ്ങളിൽ നിന്നാലും എവിടെ പോയി നിന്നാലും ആരുമായിട്ട് സഹവർത്തിച്ചാലും അവരുടെ മനസ്സ് എവിടെയായിരിക്കും? പരബ്രഹ്മത്തിലായിരിക്കും. പരബ്രഹ്മത്തിൽ അവസാനിക്കുന്നുവോ അദ്ദേഹമാണ് ഏകാന്ത യോഗി. ഇവിടെ പറഞ്ഞില്ലേ, ഏകാന്ത ഭക്തിയും ഏകാന്ത യോഗിയും ഏകാന്ത ഭക്തിയും ഏകാന്ത യോഗിയും ഇത് സാധാ രീതിയിലുള്ള ഒരവസ്ഥയല്ല. ഇത് നേടിയെടുത്തതാണ്. എന്താണ്? താദാത്മ്യം പ്രാപിച്ചതാണ്. അതായത് ഭഗവത് സ്വരൂപവുമായിട്ട്, അതായത് പരബ്രഹ്മ തത്വമായിട്ട് നമ്മുടെ ജീവാത്മാവ് അത് മനസ്സിലാക്കി, അത് ഞാനാണെന്ന് മനസ്സിലാക്കി, അതിൽ ഇതെല്ലാം ആ ഭഗവാനായതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ഒറ്റ സങ്കല്പം. പിന്നെ ഒറ്റ സങ്കല്പം വരുമ്പോൾ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വ്യാപരിക്കില്ല, ഒരൊറ്റ ചിന്തയായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, ഒറ്റ ഇഷ്ടദേവതയെ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഏതാണ്? കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, അതിൽ തന്നെ നമ്മൾ ലയിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ നോക്കിയാലും കൃഷ്ണൻ, എല്ലാവരും കൃഷ്ണനാണ്. അപ്പോൾ എല്ലാവരോടും നമ്മൾ എന്തായിരിക്കും? നമ്മുടെ മനസ്സിൽ ഒരേ വികാരമായിരിക്കും. സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ മറ്റു യാതൊരു വികാരങ്ങളും ഇതിലുണ്ടാവില്ല. ആ ആനന്ദം, ഇങ്ങനെ ആനന്ദം കൊടുക്കുക. മറ്റുള്ളവരെ കാണുമ്പോൾ, അവരെ കാണുമ്പോൾ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയും. ആ തരത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ ഏകാന്ത യോഗി എന്ന് പറയുന്നത്. ഏകാന്ത യോഗം നമ്മൾ കൊതിക്കും, പലരും കൊതിക്കും. ഇത് കാണുമ്പോൾ അവരെത്ര ഇതൊട്ട് നേടിയെടുത്തിരിക്കുന്നു, അത് നമുക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ആചാര്യൻ പറയുന്നു, തൻ്റെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധയോടെ പരീക്ഷിച്ചറിയണം. അതിനുശേഷം മാത്രമേ നമ്മളെടുത്ത് അതിലേക്ക് ചാടാൻ പാടുള്ളൂ. കാരണം നമ്മൾ പ്രാപ്തിയാവാതെ അതിൽ പെട്ടുപോയാൽ നമുക്ക് അവിടവും ഇല്ല ഇവിടവും ഇല്ലാതായിപ്പോവും. അപ്പോൾ നമ്മൾ എന്തിനു വേണം? അതിന് പരിപക്വമാവുന്ന രീതിയിലുള്ള സാധനങ്ങളും കൃത്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി പോകണം. അല്ലാതെ ആരെങ്കിലും കണ്ടിട്ട് നമുക്ക് അതുപോലെ ആവാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. അതിന് സാക്ഷാൽ ആ ഭഗവാന്റെ സ്നേഹവും കാരുണ്യവും നാമജപവും സങ്കീർത്തനവും നാമജപ സാധനയും ഇങ്ങനെ എല്ലാം ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സ് അവലംബിക്കപ്പെടണം. മറ്റ് വികാരങ്ങൾക്കൊന്നും നമ്മുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവാൻ പാടില്ല. ആ തരത്തിലാവണം നമ്മുടെ മനസ്സ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ഇതിലോട്ട് കേൾക്കാം. അല്ലാതെ നമ്മൾ മനസ്സ് വെച്ചിട്ട് നമ്മൾ പകുതി മിഥ്യയും പകുതി സത്യവുമായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മളെപ്പോലുള്ളവരൊക്കെ ആ ഒരു അവസ്ഥയാണ്. നമുക്ക് സത്യത്തിൻ്റെ മുഴുവനും കിട്ടിയിട്ടില്ല, മിഥ്യയാണെന്ന് ഫുള്ളും അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറുക, പ്രവർത്തിക്കുക, നമ്മൾ അതിനുവേണ്ടി ജപസാധനകൾ ചെയ്യുക. അതാണ് പറയുന്നത് എല്ലാം ഒരു പ്രാക്ടീസാണെന്ന്. നമ്മൾ നിത്യം അഭ്യസിച്ചെടുക്കുന്ന ഒരു ഏത് കലയായാലും ഏത് പ്രവൃത്തിയായാലും അതിന് പരമോന്നത കോടി, അത് പരബ്രഹ്മമാണ്. സത്യമായ കാര്യമല്ലേ? നമ്മൾ എന്താണോ നമ്മൾ നന്നായി ചെയ്യുന്നത് അതൊരു നല്ല കാര്യമാണ്. അതെന്താണ്? പരബ്രഹ്മത്തിൽ നിന്നുള്ള സംഭവങ്ങളാണ്. ആ സത്യത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് ഇതിന് പാകമാണോ എന്ന് നമ്മൾ പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മളിതെടുത്ത് ഇതിലോട്ട് നമ്മൾ കൂടുതൽ നമ്മൾ അറിവില്ലാതെ കയറി വീഴരുത്. അത്രയ്ക്കും പ്രാക്ടീസ്. അതിനാണ് ഒരു ഗുരുവിൻ്റെ അവസാനം നമുക്കൊരു ഗുരുവിൻ്റെ ഇത് വേണമെന്ന് പറയുന്നില്ല, ഗുരുവിൻ്റെ ആചാര്യൻ്റെ മേൽനോട്ടത്തോടു കൂടിയാണ് നമ്മൾ ഈ വസ്തുബോധം മനസ്സിലാക്കാൻ. അതുവഴി നമ്മൾ അതാണ് തത്വം, അതായത് ആ തത് ഞാനാണ് അല്ലെങ്കിൽ തത്വം എന്നുള്ള മനസ്സ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് എന്താവും? ആ പരബ്രഹ്മ ആസ്വാദനത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് കൊതിക്കുകയും പിന്നെ അങ്ങോട്ട് തന്നെയായിരിക്കും നമ്മുടെ പ്രയാണവും. അങ്ങനെയാണ് ഏകാന്ത യോഗികളൊക്കെ എന്ത് ചെയ്യുന്നത്? അവരുടെ ജീവനെ അവർക്ക് മതിയാകുമ്പോൾ അവരെന്ത് ചെയ്യും? മോക്ഷപ്രാപ്തിയിലേക്ക് കടത്തി വിട്ട് അവരങ്ങ് സമാധിയിലാവും. അതാണ് മനുഷ്യൻ്റെ സാക്ഷാത്കാരം. മറ്റേത് കർമ്മങ്ങൾ ചെയ്ത് പാപങ്ങൾ മേടിച്ച് ഓരോ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് കാലൻ്റെ നിർദ്ദേശം അനുസരിച്ച്
നമ്മളെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ എന്താണ് അടുത്ത ജന്മവും നമുക്കറിയില്ല. കാരണം നമ്മൾ ഈ മായയെ പിടിച്ച് കിടന്ന് മറ്റേ വികാരങ്ങൾക്ക് അടിമയായിട്ട് നിർവികാരരാവുക. നമ്മൾ നിർവികാരരാവണമെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ഈ തത്വങ്ങളൊക്കെ നമ്മൾ ഇവരെ പോലുള്ളവരെ കണ്ട് മനസ്സിലാക്കി പിന്തുടർന്ന് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും? സാധന എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, അഭ്യാസം. നമ്മൾ സാധന എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും അതെ, സാധന അത് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് സാധന. സാധകം നമ്മൾ പറയും സംഗീതത്തിൽ, നമുക്ക് കിട്ടേണ്ട സംഗീതത്തിൻ്റെ സാധകങ്ങൾ, ഗമകങ്ങൾ, സാധകങ്ങൾ അല്ലെങ്കിൽ അത് സംഗതീസൊക്കെ നമുക്ക് തൊണ്ടയിൽ അനായാസേന വരാൻ വേണ്ടി സ്വരസാധകങ്ങൾ നമ്മൾ ചെയ്യും. ആ സ്വരസാധകങ്ങൾ എന്താ? രാവിലെ വെളുപ്പിനെ എണീച്ച് വേണം ചെയ്യാൻ, ബ്രഹ്മമുഹൂർത്തത്തിൽ. അതായത് സരസ്വതി ദേവിയുടെ കടാക്ഷമുള്ള അതുപോലെ ഇതുപോലെ ഏത് കാര്യങ്ങൾക്കും അതിന് വെളുപ്പാങ്കാലം 3:45 മണിക്ക് ശേഷം 5:30 മണി വരെയാണ് ഇതിൻ്റെ സമയം. ഈ സമയങ്ങളിൽ ആരാണോ ചേച്ചി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തി അത് സാക്ഷാത്കരിക്കാൻ കഴിയും. അതിപ്പോൾ ഇതാവട്ടെ, നമ്മുടെ ഈ തപസ്സാവട്ടെ, നമുക്ക് ആത്മതത്വത്തിനുള്ള പ്രയത്നമാണെങ്കിൽ പോലും സാധിക്കും. നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ കലകളെ അഭ്യസിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ അതിരാവിലെ ഉണരും. ബ്രഹ്മമുഹൂർത്തം സരസ്വതി ദേവിയുടെ കടാക്ഷമാണ്. ആ സമയത്ത് എന്ത് ചെയ്താലും വളരെയധികം വിജയമാണ് അവിടെ ഉണ്ടാകുന്നത്. അതൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഏകാന്ത യോഗികളിലെ കുറിച്ചിട്ട് സന്യാസിമാരൊക്കെ ഉണ്ട്. കാക്ക സന്യാസിമാരെ കുറിച്ച് ഇവിടെ ആര് പറയുന്നു? ആചാര്യൻ പറയുന്നുണ്ട്. എന്താണ്? അരയന്നങ്ങളും കാക്കയും തമ്മിലുള്ള ഒരു കണക്ഷൻ പറയുന്നുണ്ട്. ഏകാന്ത യോഗം സ്വതസിദ്ധമായി തീരും മുമ്പേ ഒരാളത് അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് കാക്കയെ പോലെ ആവുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാക്കാണെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്ന ഉച്ചിഷ്ടങ്ങളൊക്കെ തിന്ന് വളർന്ന് പറക്കാനൊക്കെ ഭയങ്കര കഴിവെന്തെന്ന് പറഞ്ഞ് നടക്കുന്ന പക്ഷിയാണ് കാക്ക. ഈ കാക്ക അരയന്നങ്ങൾ സമുദ്രത്തിന് മീതെ പറക്കുന്നത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ദുര്യോധനാൽ കർണന്റെ തേർ തെളിക്കാൻ ദുര്യോധനാൽ ശല്യർ നിയുക്തനായി. അതായത് ദുര്യോധനന്റെ തേർ തെളിക്കാൻ ആ സമയത്ത് ശല്യർ കർണനോട് പറയുന്നതാണ്. അരയന്നങ്ങളുടെയും കാക്കയുടെയും ഈ കഥ, എഴുത്തച്ഛൻ്റെ ഈ കഥയാണ് പറയുന്നത്. എഴുത്തച്ഛൻ തന്നെ മഹാഭാരത കർണപർവ്വത്തിൽ ഈ കഥ വിശദമായി, കർണപർവ്വതത്തിൽ ഈ അരയന്നങ്ങളുടെയും കാക്കയുടെയും കഥ വിവരിച്ചിട്ടുണ്ട്. വൈശ്യന്മാർ കൊടുത്ത എച്ചിൽ തിന്ന് വളർന്ന കാക്ക തടിച്ചു കൊഴുത്ത് അഹങ്കാരിച്ച് അരയന്നങ്ങളോടൊപ്പം പറന്ന് കടൽ കടക്കാൻ കൊതിച്ചു. അരയന്നങ്ങൾ എങ്ങനെയാണ്? അരയന്നങ്ങൾക്ക് ഭയങ്കര കഴിവാണല്ലോ. അരയന്നങ്ങൾ അത് സ്ഥിരമായി ഇങ്ങനെ തുഴഞ്ഞും പറന്നും നടക്കുന്നവർ. അവർ ഒരു ദിവസം കൊണ്ട് മത്സരിക്കാനോ പോകുന്നവരൊന്നും അല്ല. അപ്പോൾ അവർക്ക് ഈ സ്ഥിരം ഇതാണ് അവരുടെ ജോലി. അപ്പോൾ അരയന്നങ്ങൾ കടലിന് മീതെ നിഷ്പ്രയാസം പറന്നങ്ങ് പോയി. കാക്ക അഹങ്കാരം കൊണ്ട് അവരെ കൂടെ പറഞ്ഞ് ജയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാക്കയും അതുപോലെ എന്തായി? പറക്കാൻ തുടങ്ങിയപ്പോൾ കാക്കയുടെ ചിറകും ഒക്കെ തളർന്ന് കുഴഞ്ഞ് സമുദ്രത്തിൽ വീണ് കാക്ക എന്ത് ചെയ്തു? അഹങ്കാരിയായ കാക്ക അത് മരണത്തെ സ്വീകരിച്ചു. അതാണ് പറയുന്നത്. ഇവിടെ ഇത് ഉദാഹരണം പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഏകാന്ത യോഗികളെന്ന് വെച്ചാൽ അത്രയും അവരുടെ പവിത്രമായി അവരത് സാക്ഷാത്കരിച്ചിരിക്കുന്ന അവരെ കണ്ടുകൊണ്ട് യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്തവർ അതിലേക്ക് ചാടാൻ ശ്രമിക്കുകയാണെങ്കിൽ കാക്കയ്ക്ക് പറ്റിയ അമളി ഇവിടെ ഉണ്ടാകുമെന്നാണ് ആചാര്യൻ നമുക്ക് ഇതിലൂടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് വേണം? നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വതവേ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം, നമ്മൾ അതുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. നമ്മൾ അതിലേക്ക് ഏത് കാര്യത്തിലായാലും ശരി. ഇപ്പം ആചാര്യൻ ഇത് പറയും, നമ്മളൊരു ഏതെങ്കിലും ഒരു അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് അതുപോലെ ആവണമെന്ന് പറഞ്ഞ് നമ്മൾ ചാടിയാൽ നമുക്ക് നടക്കില്ല. അതിനൊക്കെ സ്ഥിരസാധന, അതായത് പരിശീലനം, അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം, നമുക്കതിനോട് ഇഷ്ടം ഉണ്ടാവണം. ഏത് കാര്യമാണെങ്കിലും ശരി, നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവണം. ഇഷ്ടം ഉണ്ടാവാത്ത കാര്യങ്ങൾ നമ്മൾ എവിടെ ചെയ്താലും അതിൻ്റെ പകുതിയിൽ വെച്ച് അതെന്താവും? അർത്ഥശൂന്യമായി മാറിപ്പോവും. അതാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാക സന്യാസിമാരുണ്ട് ഇവിടെ, വേഷം ധരിച്ചിട്ട് സന്യാസിമാർ നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ മറ്റവരെ പോലെയാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അതായത് ഏകാന്ത യോഗികൾ, അവർക്ക് ഇതൊന്നും കാണാൻ നേരില്ല. അവരുടെ മനസ്സ് മുഴുവൻ സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദത്തിൻ്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റും. നമ്മളൊക്കെ ഒരു അല്പനേരമൊക്കെ നമുക്ക് നാമജപങ്ങളിലും ഭജനകളിലും ഒക്കെ പാടുമ്പോൾ നമ്മളിരുന്ന് ഭഗവാൻ നമ്മൾ നാമജപങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ അനുഭവിക്കാറുണ്ട്. ഇതവർക്ക് സ്ഥിരമായി ഒരു നിമിഷം പോലും വേറിട്ട് മാറാൻ പറ്റാതെ അനുഭവിക്കുന്നവരാണ് ഇവിടെ ഏകാന്ത യോഗികളെന്ന് പറയുന്നതും. അവരെ കണ്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നവർ അവനവൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. നമുക്കതിന് മനസ്സ് പാകപ്പെട്ട മനസ്സാണ് ഇവിടെ ഏറ്റവും പ്രധാനം. എല്ലാത്തിനും ഒരു മനുഷ്യന്
ആവശ്യം മനസ്സാണ്. ആ മനസ്സ് കൃത്യമല്ലെങ്കിൽ ഒന്നും കൃത്യമല്ലാതാവും. അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ആ മനസ്സ് നമുക്ക് ഏകീകരിക്കാനും, ഏകീകരിച്ച് ഏകാന്തമായ ആ ഒരു ഭക്തി നമുക്ക് ആദ്യം കിട്ടണം. അതിന് ശേഷമേ നമുക്ക് യോഗിയാവാൻ പറ്റൂ. ആദ്യം ഏകാന്തമായ ആ ഭക്തി നമുക്ക് ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഒരുപോലെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വീണ്ടും നവരാത്രി ആശംസകൾ നേരുന്നു. എല്ലാവരും ഭഗവതിയെ വളരെ ആനന്ദത്തോടും ഐശ്വര്യത്തോടും പ്രാർത്ഥിക്കുകയും അമ്മയെ സേവിക്കുകയും എല്ലാം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും അതും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേശ്വര. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ടു പരം ഏകാന്തമെന്ന വഴി പോകും നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.